ഹലോ ഡെവലപ്പേഴ്സ്, നമ്മൾ ഇവിടെ ഒരു പുതിയ ലേണിംഗ് സീരീസ് തുടങ്ങുകയാണ്. പ്രോബ്ലം സോൾവിംഗ് ഫോക്കസ്ഡ് സീരീസ് ഫോർ ഓൾ പൈത്തൺ ലേണേഴ്സ്. Welcome to my channel, Think, Learn, Code. ഈ ഒരു ലേണിംഗ് സീരീസിൽ നമ്മൾ ഡിഫറെൻറ്റ് പൈത്തൺ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിനൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ആദ്യത്തെ വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാം, അതിനെ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഓരോരോ പ്രോബ്ലംസ് കൺസിഡർ ചെയ്തിട്ട്, അത് ചിലപ്പോൾ മോഡേൺ പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിലെ പ്രോഗ്രാംസ് ആയിരിക്കും. അതിന് രണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഒന്ന് നോർമൽ ഒരു ബിഗിനർ ഡെവലപ്പർ ചെയ്യുന്ന പോലെ ജസ്റ്റ് കോഡ് റൈറ്റ് ചെയ്ത് പോകും. അവിടെ ഒരു സ്പേസ് കോംപ്ലക്സിറ്റിയോ ടൈം കോംപ്ലക്സിറ്റിയോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് കേസസ് എല്ലാം കൺസിഡർ ചെയ്ത് ഒരു ഒപ്റ്റിമലായിട്ടുള്ള ഒരു റീഡബിലിറ്റി കൂടിയ ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മൾ എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രീഫ് എങ്ങനെയാണ് നമ്മളൊരു ജനറൽ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്കിവിടെ പരിഗണിക്കാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്താണ് ഇതിനെ അനലൈസ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ബാക്കി നമ്മൾ ഓരോരോ പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ എന്താണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഒന്നാമതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയെടുക്കണം. അതായത് ഇതിൻ്റെ ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്, എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഔട്ട്പുട്ട്, ഇനി വേറെ എന്തെങ്കിലും ഗോളുകൾ ഈ ഔട്ട്പുട്ട് എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ടോ, ഇനി എന്തെങ്കിലും സർട്ടൻ റൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിമിറ്റ്, റേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പർട്ടിക്കുലർ പ്രോഗ്രാമിലുണ്ടോ, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ എഡ്ജ് കേസസ് ഇവിടെ ഉണ്ടോ. എഡ്ജ് കേസസ് നമ്മൾ പറയുമ്പോൾ ചില ന്യൂമറിക്കൽ വാല്യൂസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 0 അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷൻസ് വരുന്നുണ്ടോ, അങ്ങനത്തെ ഓരോരോ സ്റ്റേജുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ എഡ്ജ് കേസസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫാക്ടോറിയലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ 0 അല്ലെങ്കിൽ 1 വരുമ്പോൾ അതൊക്കെ ഓരോ എഡ്ജ് കേസസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കി ഫാക്ടോറിയൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കൗണ്ടിങ് വാല്യൂ പ്രോബ്ലമാണ്. ഇത് ഹാക്കറാങ്കിൽ ഒരു ഫേമസ് പ്രോബ്ലമാണ്. ഇത് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഒരു ഒപ്റ്റിമലായിട്ട് ഒരു ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി ഉള്ള അത് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്കിതിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും വിസിബിളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാനതൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു ഹൈക്കർ ട്രാവൽ ചെയ്തിട്ടുള്ള വാലീസിൻ്റെ നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ രണ്ട് വേരിയബിൾസാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്, യു ആൻഡ് ഡി. യു എന്ന് പറയുന്നത് അപ്പ് ഹില്ലിനെയും ഡി എന്ന് പറയുന്നത് ഡൗൺ ഹില്ലിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു സീക്വൻസ് ഓഫ് അപ്പ് ഹിൽസ് വരുമ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നതും സീ ലെവലാണെങ്കിൽ അതിനെ മൗണ്ടെയിൻ എന്നും, ഒരു സീക്വൻസ് ഓഫ് ഡൗൺ ഹില്ല് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് സീ ലെവലാണ്, അതിനെ വാലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ വാലീസിൻ്റെ കൗണ്ടാണ്. കൂടാതെ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിലോട്ട് രണ്ട് പാരാമീറ്റേഴ്സാണ് അവർക്ക് പാസ് ചെയ്ത് വരേണ്ടത്. ഒന്ന് ഒരു സ്റ്റെപ്സ്, ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. പിന്നെ ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് വേരിയബിൾസിനെ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണോ അവർ ട്രാവൽ ചെയ്തിരിക്കുന്നത് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് കൺസിഡർ ചെയ്യാം. എന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്? അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. അതായത് പ്രോബ്ലത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഒരു 5 കീ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ടോ, അതുകൂടാതെ എന്തെങ്കിലും സർട്ടൻ റൂൾസ് ഉണ്ടോ, അതായത് എന്തെങ്കിലും ലിമിറ്റോ റേഞ്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ഇൻപുട്ട്സ് കാര്യങ്ങൾ തരുന്നുണ്ടോ, അങ്ങനെ. അതല്ലാണ്ട് ഏറ്റവും അവസാനമായിട്ട് എന്തെങ്കിലും എഡ്ജ് കേസസ് ഉണ്ടോ എന്നും കൂടെ നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യണം. കാരണം എഡ്ജ് കേസസിലൂടെ ചിലപ്പം ധാരാളം എററുകൾ വരാൻ വേണ്ടി
സാധ്യതകളുണ്ട്. സോ എന്താണ് ഇവിടുത്തെ ഇൻപുട്ട്? ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റെപ്സ് അതൊരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ സ്ട്രിങ്, അതായത് ഇതിൻ്റെ പാത്ത് നമുക്കൊരു സ്ട്രിങ് വാല്യൂ ആയിട്ടും കിട്ടും. എന്താണ് അവിടെ ഔട്ട്പുട്ട്? നമ്പർ ഓഫ് വാലീസ് ട്രാവേഴ്സ്ഡ്, അതായത് എത്ര വാലീസ് ഉണ്ട് എന്നതാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത്. അതല്ലാതെ ഇതിനിടയ്ക്ക് വേറെ ഒരു സെപ്പറേറ്റ് ഗോൾസോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു കേസസ് ഇവിടെ കാണുന്നില്ല. പിന്നെ എഡ്ജ് കേസസ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ മെയിനായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു നൾ വാല്യൂസ് വരുന്നുണ്ടോ എന്ന്, അതായത് ഇപ്പം 0 ആണോ സ്റ്റെപ്സിൻ്റെ കൗണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0 ആണോ, അങ്ങനത്തെ ഒരു എഡ്ജ് കേസസ് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ലിമിറ്റ് ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഈ പാത്തിൻ്റെ ലെങ്ത് തന്നെയാണ്. ചിലപ്പോൾ നമുക്കൊരു ഫോർ ലൂപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ലൂപ്പുകൾ എഴുതേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതൊരു റേഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വലിയ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു ചെറിയ ചങ്ക്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതൊരു ഭയങ്കര വലിയ ഒരു പ്രോബ്ലംസ് ആണെങ്കിൽ മാത്രമേ, ചെറിയ പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്ക് അതിനെ തന്നെ ഒരു ചങ്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു അപ്രോച്ചാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് വിഷ്വലൈസേഷൻ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരാം. കാരണം എന്ന് പറയുമ്പോൾ കീ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാനും, ഇനി നമ്മൾ അല്ലാണ്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത സംഭവങ്ങളൊക്കെ, കിട്ടാത്ത കീ പോയിൻറ്റ്സ് ഒക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി ഇവിടെ ഓൾറെഡി ഞാനൊരു സാമ്പിൾ ഇൻപുട്ട് തരുന്നുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഒരു യു ആണ്, ഒരു അപ്പ് ഹില്ലിനെ കാണിക്കാനാണ്. പിന്നെയുള്ള കണ്ടിന്യൂസ് ഡി ആണ്, ഒരു 4 ഡി, പിന്നെ ഒരു യു, വേഗേൻ ഒരു ഡി, 2 യു പിന്നെ വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പാത്ത് എൻഡ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ വിഷ്വലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ടേബിളാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റത്തെ യുവിനെ ഞാനൊരു +1 എന്ന് കാണിക്കുന്നു, അതായത് 0 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജെങ്കിൽ +1 എന്ന് വെച്ച് കാണിക്കുന്നു. പിന്നെ വീണ്ടും ഒരു ഡി വന്നു പറയുമ്പോൾ നമ്മൾ ഡൗൺ ഹില്ലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും 0 തിരിച്ചു വന്നു. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും സി ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. വീണ്ടും നമ്മളിവിടെ കാണിക്കുന്നത് 2 ഡിയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ 2 ഡിയും കൂടെ പോകുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് മൈനസാണ് നമ്മുടെ പാത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഡീപ്പർ ഒരു വാലി കണ്ടീഷനിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ എത്തിയിരിക്കുന്ന സമയത്ത് അതാ വീണ്ടും ഒരു അപ്പ് ഹിൽ വന്നു. അപ്പ് ഹിൽ വരുമ്പോൾ എങ്ങനെ വീണ്ടും സ്വാഭാവികമായിട്ട് നമ്മൾ ഗ്രൗണ്ട് റേഞ്ചിലോട്ട് അല്ലെങ്കിൽ സി ലെവലിലോട്ട് വീണ്ടും കയറുകയാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 0. നമ്മൾ എങ്ങനെ നമ്മുടെ അവസാനത്തെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സി ലെവൽ തന്നെ എത്തി. അപ്പോൾ മനസ്സിലായി നമുക്ക് അവിടെ ഒരു എഡ്ജ് കേസ്, ഒരു കേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാല്യൂ കൗണ്ട് അവിടെ നമുക്ക് ഉണ്ട്. നമുക്ക് ഈ വിഷ്വലൈസേഷനിലൂടെ മനസ്സിലായി. കാരണം ഒരു കംപ്ലീറ്റ് വാല്യൂയിൽ നമ്മൾ വന്നിട്ട് നമ്മൾ സി ലെവലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലോജിക് എന്നാണ്. അതായത് ഇപ്പം നമുക്ക് ഇതൊരു എന്താണ് ഇതിൻ്റെ സംഭവം, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് നമ്മൾ ഇത് കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഹിഡൻ ക്ലൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹിഡൻ പാറ്റേൺ, ലോജിക്കുകൾ അങ്ങനെ എന്തെങ്കിലും ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതാണ് ഒരു പ്രോഗ്രാമിൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. ആ ലോജിക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിനെ അടുത്തൊരു സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്യൂഡോ കോഡ് എഴുതുക എന്നതാണ്. ഇത് എപ്പോഴും വേണമെന്നല്ല, പക്ഷേ ഒരു ലാർജ് പ്രോബ്ലത്തെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു സ്യൂഡോ കോഡ് എഴുതുക എന്തുകൊണ്ടും നല്ലതാണ്. സ്യൂഡോ കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിൻടാക്സുകൾ അങ്ങനെ വരണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് എന്താണോ തോന്നുന്നത് അതിനെ ആ ലോജിക്കായിട്ട് നമ്മൾ അങ്ങനെ എഴുതി വെക്കുന്നു, അത്രയേ ഉള്ളൂ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ തന്നെ കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു ആപ്പ് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ തരുമ്പം അതിൻ്റെ ഓരോ സെക്ഷനെ നമ്മൾ ഓരോരോ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് മാറ്റി അതിനെ സ്യൂഡോ കോഡ് എഴുതി കണക്ട് ചെയ്യുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനും അതിനെ ഫിഗർ ഔട്ട് ചെയ്യാനും അതിനുള്ളിലെ ലോജിക്കുകളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കും. സിൻടാക്സുകളോ സ്ട്രക്ചറുകളോ ഒന്നും ഫോളോ ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും അതിന് നല്ലത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് ദ റൈറ്റ് ഡാറ്റ സ്ട്രക്ചർ. അതായത് നമ്മുടെ പ്രോബ്ലത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ഒരു സെനാരിയോ വരുമ്പം അറയാണോ അല്ലെങ്കിൽ ഹാഷ് മാപ്സ് ആണോ സ്റ്റാക്ക്, അങ്ങനെ ഓരോരോ ഡാറ്റ സ്ട്രക്ചേഴ്സ് പൈത്തണിൽ അവൈലബിൾ ഉണ്ട്. അതിലേതാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്.
ചില സമയത്ത് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരാൻ ചാൻസ് ഇല്ല. നമ്മൾ ജസ്റ്റ് ഒരു ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ സ്ട്രിങ്സ് അങ്ങനത്തെ ബേസിക് വേരിയബിൾസ് കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. കാരണം ഈ ഒരു കൗണ്ടിങ് വാല്യൂ പ്രോബ്ലത്തിൽ നമ്മൾ പെർട്ടിക്കുലറായിട്ട് പറയുവാണെങ്കിൽ അവിടെ നമ്മളൊരു ഇൻഡിജർ വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ട് തരേണ്ടത്. അതിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് ആ കിട്ടേണ്ട ഔട്ട്പുട്ട് ഇൻഡിജർ വാല്യൂവിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചേഴ്സോ അങ്ങനത്തെ ഒരു കേസസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനിയാണ് ഇതിലെ വേറൊരു കീ പോയിൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്. കീ പോയിൻ്റ് എന്ന് മാത്രമല്ല, ചിലപ്പം ഒരു പ്രോഗ്രാമിൻ്റെ കോർ എന്ന് വേണമെങ്കിലും നമുക്കിതിനെ പറയാം. നമ്മൾ പറഞ്ഞ ലോജിക്കാണ് കോർ എന്ന്. അതെ, അതിൻ്റെ കൂടെ തന്നെ ഒത്തുപിടിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. എന്തുകൊണ്ടെന്ന് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ പ്രോഗ്രാമുകൾക്ക് ഇത് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. നമുക്കത് ഈസിലി എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ എന്നാലും നമ്മളതിനെ കണ്ടിന്യൂസ് ലൂപ്പുകളിലൂടെ റൺ ചെയ്യുമ്പോൾ അവിടെയും നമുക്കൊരു ഡിലേ വരും. പക്ഷേ ഒരു ഹ്യൂജ് 1000 അല്ലെങ്കിൽ ഒരു 10,000 ലൈൻസ് ഉള്ള കോഡുകൾ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഒന്ന് ടൈം അല്ലെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റികളെ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഡിലേ വരും. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫുൾ വർക്കിങ്ങിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ചില സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാതെ തന്നെ വരും. കാരണം ഇത് ഡിലേ വരുമ്പോൾ ഇതിൻ്റെ ഫുൾ എക്സിക്യൂഷൻ, ലൈൻ ബൈ എക്സിക്യൂഷനാണ് ഈ പൈത്തൺ പ്രോഗ്രാമിൻ്റെ മെയിൻ ഒരു പ്രശ്നം. അപ്പോൾ അത് ലൈൻ ബൈ ലൈൻ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ലൂപ്പിൽ തന്നെ കടന്ന് കളിക്കുകയാണെങ്കിൽ അതിന് ഒരു എൻഡ് റിസൾട്ട് തരാൻ പറ്റാത്ത സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലാർജ് പ്രോബ്ലം ആണെങ്കിലും സ്മോൾ പ്രോബ്ലം ആണെങ്കിലും അത് ടൈം കോംപ്ലക്സിറ്റിയും കൺസിഡർ ചെയ്യുന്നുണ്ടോ, സ്പേസ് എങ്ങനെയാണ് അതിനെ അലോട്ട് ചെയ്യുന്നത് എന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോകാം. അതായത് ഈ കൗണ്ടിങ് വാല്യൂ പ്രോബ്ലത്തെ എങ്ങനെ ഒരു ഒപ്റ്റിമലായിട്ട് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം എഴുതാം. അതായത് ഈ 3 കേസസ് നമുക്ക് 0 കിട്ടണം, 1 കിട്ടണം, 2 കിട്ടണം. അതിന് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം. പിന്നെ ഇതിന് നെയിമിംഗ് എല്ലാം കൊടുക്കുന്ന സമയത്ത് എപ്പോഴും റീഡബിളായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ നോർമൽ ലാംഗ്വേജുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേർഡ്സും വേരിയബിൾ നെയിംസും കൊടുക്കാൻ വേണ്ടി, ഇപ്പം ഫംഗ്ഷൻ്റെ നെയിം ആണെങ്കിലും അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ നെയിം ആണെങ്കിലും അങ്ങനെ കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമ്മൾ ആദ്യം നമ്മൾക്ക് വേണ്ട ഒരു ഫംഗ്ഷനെ നമ്മൾ എഴുതുന്നു. ഫംഗ്ഷന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു 2 പാരാമീറ്റേഴ്സാണ് നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റെപ്സും, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ പാത്തിൻ്റെ ലെങ്ത്തും. ഈ സ്റ്റെപ്സ് എന്ന് പറയുന്ന പാരാമീറ്റർ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കണമെന്ന് ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ പല സെനാരിയോയിൽ അല്ലെ പല ടൈപ്പിൽ നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തെ. ഇപ്പം ഇവിടെ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലത്തിന് ഇപ്പോൾ സ്റ്റെപ്പ് വേണമെന്നില്ല. ഇനി നിങ്ങൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ റേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാത്ത സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിവിടെ എന്തൊക്കെ വാല്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. കാരണം അതാണ് നമുക്ക് എൻഡ് റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യേണ്ടത്. എത്ര വാല്യൂസാണ് ഇവിടെ ട്രാവേഴ്സ്ഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വേറൊരു വേരിയബിളും നമുക്ക് ആവശ്യമുണ്ട്. ഇത് എത്രമാത്രം മൗണ്ടെയിൻ വാല്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ സീ ലെവലിലോട്ട് വരുന്നത് എങ്ങനെയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സ്ട്രിങ് ആണ് നമ്മുടെ ഇൻപുട്ട് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇപ്പോൾ സ്ട്രിങ് അല്ലാണ്ട് സ്ട്രിങ് ആണെങ്കിലും നമുക്ക് അവിടെ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എടുക്കാം. ഇനി അതല്ല, ഇവിടെ നമുക്കിപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ തന്നിട്ടുള്ളതുകൊണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞെടുക്കാം. ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ ഇൻ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നു. അതായത് സ്റ്റെപ്പ് ഇൻ പാത്ത്. അതായത് ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഈ പർട്ടിക്കുലർ ആ സ്ട്രിങ്ങിലെ ഓരോരോ വാല്യൂസിനെ എടുക്കുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൽ കിട്ടുന്ന ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിൻ്റെ വാല്യൂ 0 എന്ന് വരുമ്പോൾ നമുക്ക് വരുന്നത് ചിലപ്പം ഫസ്റ്റത്തെ കണ്ടീഷൻ എടുക്കുമ്പോൾ യു ആയിരിക്കും. അപ്പോൾ നമ്മൾ അതാണോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു ഈഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ ചെക്ക് ചെയ്യുന്നു. ഇഫ് സ്റ്റെപ്പ് ഈക്വൽ ടു യു ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അവിടെ എന്താണ് യു എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പ് ഹില്ലിനെയാണ്. സോ നമ്മൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ലോജിക്ക്, ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ലോജിക്ക് വർക്കാവുന്നത്. നമ്മളിതിൻ്റെ സ്യൂഡോ കോഡും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് സ്യൂഡോ കോഡ് നമ്മൾ ലോജിക്ക് എഴുതിയേക്കുന്നത്.
ഇനി അതല്ല, ഇതിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്തപ്പോഴും നമ്മൾ കണ്ടു എങ്ങനെയാണ് നമ്മളിതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിതിൻ്റെ അപ്ഹിലിന് വാല്യൂ കൊടുത്തു. ഇനി നമുക്കൊരു കണ്ടീഷനോടെ ചെക്ക് ചെയ്യാറുണ്ട്. ഇത് സീ ലെവലിൽ തിരിച്ചെത്തുന്ന നേരത്ത് നമ്മൾ ഇതിൻ്റെ വാല്യൂ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു ഫുൾ വാലി അല്ലെങ്കിൽ ഫുൾ മൗണ്ടൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. മൗണ്ടനാണ് നമ്മളതിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഇവിടെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത് സീ ലെവലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ സീ ലെവൽ റീച്ച് ചെയ്യുന്നത് വാലി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ. അതിനുശേഷം നമ്മുടെ അടുത്ത സ്റ്റേജ്, അതായത് ഇപ്പോൾ നമ്മൾ അപ്പ് ഹില്ലിൻ്റെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി അതായത് ഡി വരുന്ന സമയത്ത്, അതായത് ഡൗൺ ഹില്ല് വരുന്ന സമയത്ത് അപ്പം ഒരു എൽസ് കണ്ടീഷൻ നമ്മൾ എഴുതുന്നു. എൽസ് നമുക്ക് കണ്ടീഷൻ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്തോളും. അവിടെ ഓൾട്ടിറ്റ്യൂഡിനെ നമ്മൾ -1 സെറ്റ് ചെയ്യുന്നു. അതായത് എന്തൊരു ഡൗൺ ഹില്ല് വരുമ്പോഴും നമുക്ക് ഇപ്പോൾ ഉള്ള ഓൾട്ടിറ്റ്യൂഡ് വാല്യൂവിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു. നമുക്ക് സീ ലെവൽ എത്തുന്നോ ഇല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് വെച്ച് അനുസരിച്ച് ചെക്ക് ചെയ്യുന്നു. ഫൈനലി നമുക്ക് കിട്ടിയ വാല്യൂ കൗണ്ടിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ആ വാല്യൂ കൗണ്ട് റിട്ടേൺ ചെയ്യുന്നതാണ് നമ്മുടെ എൻഡ് റിസൾട്ട്. ഇനി നമുക്കിതിനെ ഫങ്ഷനായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. അങ്ങനെ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ സ്ട്രിങ് ആയിട്ട്, ഒരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് നമുക്ക് സീൻ ചെയ്യാൻ പറ്റും നമ്മുടെ ടെർമിനലിൽ. അപ്പോൾ നമുക്ക് ഈ 3 കണ്ടീഷൻസ്, ഇപ്പോൾ നമ്മളൊരു 3 കണ്ടീഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 3 നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മുടെ 2 വേരിയബിൾസ് നമ്മൾ കൊടുത്തു. ഫസ്റ്റത്തെ വേരിയബിൾ സ്റ്റെപ്പ്, രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ പാത്ത് ലെങ്ത്. അപ്പം സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റെപ്പ് ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് ആ വാല്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ആ സാഹചര്യത്തിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് യൂസ് ചെയ്യുന്ന സാഹചര്യം എന്ന് ഞാൻ പറഞ്ഞത് റേഞ്ച് വരുന്ന അല്ലെങ്കിൽ ആ ലിമിറ്റ് വരുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ എഡ്ജ് കേസസിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എഡ്ജ് കേസസ് യൂസ് ചെയ്യാത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ =0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഇൻ പാത്ത് എന്ന് പറയുന്ന സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ അതിൻ്റെ എഡ്ജ് കേസസ് ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല. ഇനി ഇവിടെ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് പൈത്തനാണെങ്കിൽ സാധാ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഫയൽസിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒരു പ്രോഗ്രാമാണ് റൺ ചെയ്യണത്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് പൈത്തൺ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആ ഫയൽ നെയിം കൊടുക്കുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നത് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നു. സോ നമ്മൾ അടുത്ത കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് എല്ലാ ഔട്ട്പുട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഔട്ട്പുട്ടും പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ലൂപ്പേ നമ്മുടെ കണ്ടീഷനിലുള്ളൂ, നമ്മുടെ മൊത്തം പ്രോഗ്രാമിലുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു ബിഗ് ഓഫ് n വരുന്നുള്ളൂ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ. പിന്നെ വരുമ്പോൾ ആണെങ്കിലും നമ്മൾ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ 3 റൂൾസ്, അതായത് നമ്മൾ ബിഗ് ഓഫ് നൊട്ടേഷൻ്റെ റൂൾസ് കൺസിഡർ ചെയ്യുന്നു, മെയിൻ 3 റൂൾസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ നോർമൽ ഇൻറ്റിജർ വാല്യൂസൊക്കെ നെഗ്ലക്റ്റ് ആയി പോകും. അപ്പോൾ ഫൈനലി നമുക്ക് വരുമ്പോൾ n-ലാണ് അവസാനിക്കുന്നത്. സോ ബിഗ് ഓഫ് n-ലോട്ട് നമുക്ക് ഇതിൻ്റെ എൻഡ് കോംപ്ലക്സിറ്റിനെ നമുക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. സോ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതണമെന്ന് അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ അടുത്ത പ്രോബ്ലം തൊട്ട് ഒരു ജസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് അതിന് നമ്മൾ 2 സൊല്യൂഷൻ എന്ന രീതിയിലാണ് എഴുതുന്നത്. അതായത് ഒന്ന് നോർമൽ ഡെവലപ്പർ ലൈൻ ബൈ ലൈൻ ആയിട്ട് എങ്ങനെ എഴുതി പോകുന്നതെന്നും, രണ്ടാമത്തെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് എങ്ങനെ ഒരു നല്ലൊരു കോംപ്ലക്സിറ്റി എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള നല്ലൊരു ഔട്ട്കം എങ്ങനെ തരുമെന്നും അടുത്ത പ്രോബ്ലം തൊട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രോബ്ലംസും അതല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസിന് വേണ്ടി ഓരോ ഡിഫറെൻറ്റ് സൈറ്റുകളിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് നമുക്ക് കൺസിഡർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്ത് അതിനെ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇനി അതുപോലത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.